കെ ബാബുവിന്റെ ബിനാമി ബാബുറാമിന് 41 ഭൂമിയെന്ന് വിജിലൻസ്. ഇത് സംബന്ധിച്ച രേഖകൾ വിജിലൻസിന് ലഭിച്ചു. ബാബുവിന്റെ മകളുടെ ലോക്കറുകൾ തുറന്നു വിജിലൻസ് പരിശോധന നടത്തി. ബാബുവിന്റെ PA നന്ദകുമാറിനെയും വിജിലൻസ് ചോദ്യം ചെയ്തു. വിവരങ്ങളുമായി സമീർ ചേരുകയാണ്. സമീർ, ലോക്കർ തുറന്ന് പരിശോധിച്ചതിൽ എന്തെങ്കിലും തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ. ഇപ്പോഴും വിജിലൻസ് സംഘം പരിശോധന തുടരുകയാണ്. പ്രധാനമായും കെ ബാബുവിന്റെ മകളുടെ പേരിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ വെണ്ണല ശാഖയിലുള്ള ലോക്കർ തുറന്നുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘമാണ് ഇപ്പോഴും ഇവിടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. 3:30 ആരംഭിച്ച പരിശോധനയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നിർണായകമായിട്ടുള്ള രേഖകൾ ഈ ലോക്കറിലുണ്ട് എന്നാണ് വിജിലൻസ് സംശയിക്കുന്നത്. അതുകൊണ്ടാണ് വിശദമായിട്ടുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ബാബുവിന്റെയും അതോടൊപ്പം തന്നെ മക്കളുടെയും പേരിലുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള നിർണായകമായിട്ടുള്ള രേഖകൾ ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെയോടെ തന്നെ മുൻമന്ത്രി കെ ബാബുവിന്റെ PA ആയിട്ടുള്ള നന്ദകുമാറിനെ വിജിലൻസ് സംഘം ചോദ്യം ചെയ്തിരുന്നു. കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടാണ് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുണ്ടായത്. 3 മണി വരെ നീണ്ടുനിന്നു ഈ ചോദ്യം ചെയ്യൽ. നിർണായകമായ പല വിവരങ്ങളും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി പിടിച്ചെടുത്തിട്ടുള്ള രേഖകളുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം നന്ദകുമാറിനെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം, കെ ബാബുവിനെതിരെയും അതോടൊപ്പം തന്നെ കെ ബാബുവിന്റെ ബിനാമികൾ എന്ന് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ള മോഹൻ അതോടൊപ്പം ബാബുറാം എന്നിവർക്കെതിരെ കേസെടുക്കുകയും തുടർന്നായിരുന്നു വിവിധയിടങ്ങളിൽ ഇവർക്കുള്ള സമ്പത്ത് സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധയിടങ്ങളിലായി റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നത്. ഇതിനു പിറകെയായിരുന്നു ഇന്നത്തെ ഈ നടപടിക്രമങ്ങളും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബാബുറാമിന്റെ സ്ഥലം ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള രേഖകൾ പലതും അന്വേഷണ സംഘത്തിന് വിജിലൻസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ വിശദമായിട്ടുള്ള പരിശോധനകളും ഉണ്ടാകും. ഇതിന്റെ എല്ലാ രേഖകളും നാളെയായിരിക്കും മൂവാറ്റുപുഴ കോടതിയിൽ സമർപ്പിക്കുന്നത്. അതിനുശേഷം വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വേണ്ടി ഇവ നാളെ തന്നെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും. ഏതായാലും ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ഈ ലോക്കറിലുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 3:30 ആരംഭിച്ച ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണ്.